കൂട്ടുകാരെ, നമുക്ക് ഇങ്ങനത്തെ ഒരു ചട്ടി ഉണ്ടാക്കിയാലോ? എന്നാ പോയി അപ്പോൾ നമ്മൾക്കൊരു ചട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. ചട്ടി ചട്ടി അപ്പോൾ നമുക്ക് 2 ചട്ടി പീസാൻഡ് നനവുള്ളതാണ് വേണ്ടത് കേട്ടോ. പുട്ടുംപൊടിക്ക് കുഴക്കണ മാതിരി ഈ നനവുള്ള പീസാൻഡാണ് വേണ്ടത് കേട്ടെ. അപ്പോൾ നമുക്ക് 2 ചട്ടി പീസാൻഡിന് 1 ചട്ടി സിമൻറ്റ്. നമ്മളെ സ്വന്തം ആവശ്യത്തിനുള്ള ചട്ടിയാണ്, അതുകൊണ്ട് കുറച്ച് ഉറപ്പുണ്ടായിക്കോട്ടെ. അപ്പം പഴയ എണ്ണ ഉണ്ടെങ്കിൽ അത് നല്ലോണം ചട്ടിയിൽ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ചെറിയൊരു ബ്രഷ് ഉണ്ടായാൽ മതി. കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സിമൻറ്റ് അങ്ങ് പൂശി കൊടുക്കാം. ഇതൊക്കെയാണ് നമ്മുടെ പണിയായത് കേട്ടോ. ആഹാ, സൂപ്പർ. പണിയായതൊന്ന് നോക്കട്ടെ. അമ്മ കണ്ട കറിയാണ്, കറിയിലെടുക്കാൻ കറിയാണ്. ഇനി നമുക്ക് ജസ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെങ്ങനെ ഒന്ന് വെള്ളപ്പം ചുടണ മാതിരി എങ്ങനെ ആക്കാം. ഇതിലേക്ക് സെൻട്രലൈസ്ഡ് അതിലിപ്പോ വെള്ളാണ്, വെള്ളവും സിമെന്റിന്റെ ഗ്രൗട്ട്. കംപ്ലീറ്റ് ആയില്ല. ഇതാ ഇവിടെ ഒരു പോർഷൻസ് പൊടി ഇട്ടോ, പണ്ടുണ്ടാക്കിയ പോലെ പൊടിയാതെ വെക്കണമെങ്കിൽ ഗ്രൗട്ട് എല്ലാത്തും വെക്കണം. അത് ജസ്റ്റ് ആ കുമ്പിളോണ്ടൊന്ന് റെഡിയാക്കിയാൽ മതി. കുമ്പിളോണ്ട് റെഡിയാക്കിയാൽ അപ്പോൾ നമ്മൾക്ക് അടിയിൽ കുറച്ചിടാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ പണിയായത് എടുക്കുക, കറിപ്പാത്രം നേരെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കും.
ഭാഗവും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ടൈറ്റ് ആക്കണം. അതിനുള്ള പരിപാടിയാണ്. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ആയിട്ട് ഇങ്ങനെ കറക്കിയാൽ മതി. കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് വക്ക് പിടിപ്പിക്കാം. വക്ക് പിടിപ്പിക്കണമെങ്കിൽ എന്താ വെച്ചാൽ ടൂളൊന്നും വേണ്ട, കൈ മതി. നേരെ കൈ വയ്ക്കുക, ഇങ്ങനെ അങ്ങ് നിറച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ബക്കറ്റിനെ ഇതിലേക്ക് ഇങ്ങനെ ഇറക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ചട്ടി പിന്നൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ പിടിക്കുക ഈ ചട്ടി എങ്ങോട്ടെങ്കിലൊക്കെ എടുത്ത് വെക്കുമ്പോഴൊക്കെ ഈ ചട്ടിയുടെ വക്കാണ് പിടിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ നമുക്ക് അതൊന്ന് സ്ട്രോങ് ആക്കി കൊടുക്കണം. ഇനി കുറച്ചും കൂടി സിമെൻറ്റ് അങ്ങനെ വക്കൊന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി സ്ട്രോങ് ആയിട്ടുള്ള സിമെൻറ്റ് അടി. നമ്മുടെ വക്കൊക്കെ ചട്ടിയുടെ വക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഊരിയെടുക്കാം. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇനി ഇവിടെയൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യണം. നമ്മളിവിടെ അങ്ങനെ ഫിനിഷ് ആകുമ്പോൾ ഈ വക്കൊക്കെ ചിലപ്പോൾ പൊട്ടും. അപ്പോൾ ഒന്നും കൂടി എന്ത് ചെയ്താൽ മതി, ഈ ഭാഗം ക്ലിയർ ആയതിനു ശേഷം ആ ബക്കറ്റ് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒന്നുകൂടി ഫിനിഷ് ആക്കി കൊടുത്താൽ മതി.
ഒരു ചട്ടകം കൊണ്ട് ഇങ്ങനെ ഫിനിഷായി കിട്ടൂല. അതാണ് നമ്മുടെയൊക്കെ. ഞാൻ വയനാട്ടിൽ നിന്ന് കഴിഞ്ഞതാ സ്പൂണ്. നമ്മൾ വയനാട്ടിലാവുമ്പോൾ ഇത് ഒറ്റയടിക്കിനെ പൊന്തിക്കരുത്. ജസ്റ്റ് ഒന്നിങ്ങനെ തിരിക്കുക ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക്. തിരിച്ച് മെല്ലെ അങ്ങനെ പൊക്കിയെത്തുക. അടിപൊളി ഫിനിഷായി. ഇനി നമുക്ക് ഇത് വെയിൽ കൊണ്ട് ഉണങ്ങിക്കോട്ടെ. എന്നിട്ട് നാളെ രാവിലെ നേരെ കമത്തി വെച്ചിട്ട് ചൂടുവെള്ളം പറഞ്ഞു. അല്ലെങ്കിൽ നാളെ ഒരു ദിവസം ചമത്തി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആയാൽ അത് ഊരി എടുക്കാൻ പറ്റും. നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം നേരെ താഴെ. നല്ല വെയിലാണ്. അത് ചട്ടി നിന്ന് ഇറങ്ങാൻ വേണ്ടിയാണ് ചെറിയൊരു പീസ് ടൈലിൻ്റെ മേലേക്കാണ് കയറ്റി വെച്ചത്. ഇതെന്തായി എന്നറിയില്ല. അപ്പോൾ നമ്മുടെ ചട്ടി ഇങ്ങനെ ഫിനിഷായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിനെ ഒരു ദിവസം കഴിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ ചട്ടി വെള്ളത്തിലിറക്കി വെച്ചിട്ടുണ്ട്. ഒരു 4 ദിവസം ഇതുപോലെ വെള്ളത്തിൽ നിൽക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും പൊട്ടിപ്പോയതോ പൊളിഞ്ഞു പോയതോ ഭാഗമുണ്ടെങ്കിൽ അവിടേക്കൊന്ന് ഗ്രൗട്ടടിച്ച് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ.